പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഉസ്താദെ, ഈ ഫർദ് നിസ്കാരങ്ങളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും സൂറത്ത് ഓതിയാൽ പോരെ, അല്ലെങ്കിൽ കൃത്യമായി സുന്നത്തായ സൂറത്തുകൾ ഓതേണ്ടതുണ്ടോ, അങ്ങനെ കൃത്യമായി ഓതേണ്ട സൂറത്തുണ്ടോ? ചിലർക്കുള്ള സംശയമാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിക്കുന്നു, ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന മഗ്രിബ് നിസ്കാരം, അതായത് ഇന്നത്തെ മഗ്രിബ്, നാളത്തെ മഗ്രിബ്, ഇന്നലത്തെ മഗ്രിബ്, ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന മഗ്രിബ് നിസ്കാരങ്ങളിൽ ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഓതൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള ചെറിയ ചെറിയ സൂറത്തുകളുണ്ട്. പലർക്കും അറിയില്ല അത് ഏതൊക്കെയാണെന്ന്. അറിയണോ? കേട്ടു നോക്കൂ. പിന്നൊരു സംശയം, ഉസ്താദെ, ഈ 5 വഖത്ത് നിസ്കാരങ്ങളിൽ എല്ലാ നിസ്കാരങ്ങളിലും ഉറക്കെ ഓതിയാണോ നിസ്കരിക്കേണ്ടത്, അതോ പതുക്കെ ഓതിയാണോ നിസ്കരിക്കേണ്ടത്? ഉറക്കെ ഓതി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ ഏതൊക്കെ, പതുക്കെ ഓതി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ ഏതൊക്കെ? ചിലർക്കുള്ള സംശയമാണ്, എല്ലാവർക്കുമല്ല, ചിലർക്ക്. അവർക്കുള്ള മറുപടി ഒന്ന് കേട്ടോളൂ. നമ്മളെല്ലാവരും നമുക്ക് പ്രായപൂർത്തിയായത് മുതൽ നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങി. പല ആളുകളും സുന്നത്തുകൾ ഒഴിവാക്കി ഫർദ് മാത്രമാണ് നിസ്കരിക്കുക. ആയിക്കോട്ടെ, ഈ ഫർദ് നിസ്കാരങ്ങൾ കൃത്യമായി നിത്യമായി നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 5 നേട്ടങ്ങളുണ്ട്. നമ്മൾ സൂറത്തുകൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, പലർക്കും പറ്റുന്ന 10 അബദ്ധങ്ങൾ കൂടി ഏതൊക്കെയാണെന്ന് കേൾക്കണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ആദരവ് നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമുക്ക് മരണം വരെ നിന്ന് നിസ്കരിക്കുവാനും ഇബാദത്തുകൾക്ക് ഒരു ഭംഗം വരാതെ കൃത്യമായി നിത്യമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് അമലുകൾ ചെയ്യാൻ, അവസാനം കെലിമ ചൊല്ലി മരിക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. നമ്മുടെ ഈമാൻ ഏത് തട്ടിലാണെന്ന് നിർണ്ണയിക്കുന്ന ഒരു അമലാണ് നിസ്കാരം. അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ ചെല്ലുമ്പോൾ ആദ്യമായി നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം. ഇങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ നിസ്കാരങ്ങളുടെ പ്രാധാന്യം എന്താണ്. 5 വഖത്ത് നിസ്കാരം നിത്യമായി കൃത്യമായി നിസ്കരിച്ചാൽ ആ മനുഷ്യന് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഓരോ ഫർള് നിസ്കാരത്തിലും നമ്മൾ ഓതേണ്ട ചില സൂറത്തുകളുണ്ട്, സുന്നത്തായിട്ടുള്ള സൂറത്ത്. സൂറത്ത് ഓതൽ സുന്നത്താണ്. ആ സുന്നത്തായ സൂറത്തുകൾ ഏതൊക്കെയാണ്, ഫർദ് നിസ്കാരങ്ങളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് മഗ്രിബ് നിസ്കാരത്തിലൊക്കെ ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധമാണ്, അറിയാവുന്ന ഏതെങ്കിലും സൂറത്ത് ഇങ്ങനെ ഓതിപ്പോകും. അത് തെറ്റാണെന്നല്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഈ 7 ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന മഗ്രിബ് നിസ്കാരത്തിൽ വ്യത്യസ്തമായ സൂറത്തുകളാണ് ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലൊക്കെ ഓതേണ്ടത്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. എല്ലാവരും വ്യക്തമായി കേൾക്കുക, നല്ലതുപോലെ ഇത് പഠിച്ചെടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫർദ് നിസ്കാരങ്ങൾ നമുക്കറിയാം, സുബഹിയുണ്ട്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ. ഓരോ നിസ്കാരങ്ങൾക്കും വ്യത്യസ്തമായ നിയ്യത്തുകളാണ്. നമ്മൾ ളുഹർ നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് ളുഹർ നമസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഇതേ നിയ്യത്ത് തന്നെയല്ല മഗ്രിബ് നിസ്കാരത്തിന് വെക്കുന്നത്. മഗ്രിബ് നിസ്കാരത്തിന് എങ്ങനെയാ? 3 റക്അത്ത് മഗ്രിബ് നമസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അവിടെ അങ്ങനെയാ. അങ്ങനെ ഓരോ നിസ്കാരത്തിൻ്റെയും നിയ്യത്തുകൾ വ്യത്യസ്തമാണ്. എന്നതുപോലെ ഓരോ നിസ്കാരത്തിനും ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സുന്നത്തായിട്ടുള്ള സൂറത്തുകൾ അതും വ്യത്യസ്തമാണ്. അപ്പം ചില ആളുകൾ ചോദിക്കും, ഉസ്താദ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇതൊക്കെ ഞങ്ങൾ ചെറുപ്രായത്തിൽ ഓത്തുപള്ളിയിൽ മദ്രസയിലൊക്കെ പഠിച്ച കാര്യമാണ്, ഇതൊക്കെ ഇങ്ങനെ പറയണോ? എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമുക്കറിയാവുന്ന എത്രയോ കാര്യങ്ങൾ അറിയാത്ത എത്രയോ ആളുകളുണ്ട്. ഇപ്പം കേൾക്കുന്നതിൽ ഒരു 3/4% ആളുകൾക്കും ഒരുപക്ഷെ ഇതൊക്കെ അറിയാമായിരിക്കും. എന്നാൽ 1/4% പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, അവർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, അതൊക്കെ ഓർമ്മയുണ്ടാവില്ല. ആ സമയത്ത് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉസ്താദിനെ കേൾപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ സമയത്ത് പഠിക്കും, പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കൊന്നുകൂടി റിവൈൻഡ് ചെയ്യാം, നമുക്കതൊന്ന് ഓർത്തെടുക്കാം. ഓരോ നിസ്കാരത്തിലും ഓതേണ്ട സൂറത്തുകളുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, 5 വഖത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ. ഈ 5 വഖത്ത് ഫർളായ നിസ്കാരങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിച്ചാൽ 5 തരത്തിലുള്ള കൂലിയുണ്ട്. സുബഹി നമസ്കാരം അവൻ ഖളാ ആക്കാതെ ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവൻ്റെ ആ ദിവസത്തെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. ളുഹർ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിച്ചാൽ അവനിക്ക് അല്ലാഹു തആല നരകമോചനം നൽകുന്നതാണ്. അസ്ർ നിസ്കാരം നിസ്കരിച്ചാൽ അവനിക്ക് അല്ലാഹു തആല മലക്കുകളുടെ ദുആ അവൻ്റെ മേൽ ജീവിതത്തിൽ കൊടുക്കുന്നതാണ്. മഗ്രിബ് നിസ്കാരം കൃത്യമായി ഖളാ ആക്കാതെ നിസ്കരിച്ചാൽ ദാരിദ്ര്യം നീങ്ങുന്നതാണ്. 5-ാമത്തേത് ഇശാ നിസ്കാരം അവൻ നിത്യമായി നിസ്കരിച്ചാൽ, കൃത്യമാക്കിയാൽ, ഖളാ ആക്കാതിരുന്നാൽ അവൻ്റെ ആഖിബത്ത് അന്ത്യം നന്നാവുന്നതാണ്. അപ്പോൾ ഈ 5 വഖത്ത് നിസ്കാരങ്ങൾക്കും 5 കൂലിയുണ്ട്. ഇനി നമുക്ക് ഓരോ നിസ്കാരങ്ങൾക്കും അതിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു മനുഷ്യൻ നിയ്യത്ത് വെച്ചു, അവൻ കൈകെട്ടി അല്ലാഹു അക്ബർ വജ്ജഹ്തു ഓതി, അതിനുശേഷം ഫാത്തിഹ ഓതി. അത് കഴിഞ്ഞ് സൂറത്ത് ഓതൽ സുന്നത്താണ്. അറിയാവുന്ന ഖുർആനിലെ ഏത് ആയത്തോതിയാലും കൂലിയുണ്ട്. നമുക്കൊരു സൂറത്തും അറിയില്ല, ചില ആയത്തുകൾ മാത്രമേ അറിയൂ, മതി. ആ സമയത്ത് ഒരു ആയത്തോതിയാലും അവിടെ ഒരു സൂറത്തോതിയതുപോലത്തെ ഒരു പ്രതിഫലം നമുക്ക് അള്ളാഹു തരും. പക്ഷേ ഒരു സൂറത്ത് ഓതിയാലാണ് അതിൻ്റെ കൂലി പൂർണ്ണമായും കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ നിസ്കാരങ്ങളിൽ ഏതൊക്കെ സുന്നത്തായ സൂറത്തുകളാണ് ഓതേണ്ടതെന്ന് നോക്കാം. സുബഹി നമസ്കാരത്തിലും ളുഹർ നിസ്കാരത്തിലും ഓതേണ്ട സൂറത്ത് നമുക്ക് ഫതുഹുൽ മുഈനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീനിൽ കാണാം. തിവാലു മുഫസ്സലായ സൂറത്തുകളാണ് സുബഹി നമസ്കാരത്തിലും ളുഹർ നിസ്കാരത്തിലും ഓതേണ്ടത്. എന്താണ് ഉസ്താദ് തിവാലു മുഫസ്സൽ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഹുജറാത്ത് മുതൽ സൂറത്തുൻ നബ, അമ്മ എന്ന് പറയില്ല, അമ്മ സൂറത്ത്, അതുവരെയുള്ള സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതലാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള രൂപം. എൻ്റെ പൊന്നുസ്താദ് അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരു കുഴപ്പമില്ല, അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. പക്ഷെ ഓതൽ സുന്നത്തായത് നമ്മൾക്ക് മഹാന്മാർ പഠിപ്പിച്ച് നൽകിയത് സൂറത്തുൽ ഹുജറാത്ത് തൊട്ട് സൂറത്തുൻ നബ വരെയുള്ള സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ആദ്യത്തെ റക്അത്തിൽ ഒന്ന്, രണ്ടാമത്തെ റക്അത്തിൽ മറ്റൊന്ന് ഓതലാണ്. ഇനി അതൊന്നും നമുക്കറിയില്ല, നമുക്ക് ഹാഫിളീങ്ങളല്ലല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ഇനി ഹാഫിളീങ്ങളാണെങ്കിൽ തന്നെ അവരൊക്കെ ഇത് ഓതാൻ നിൽക്കാറില്ല. കാരണം നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ സുന്നത്തിൻ്റെ കൂലി കിട്ടും. ഇനിയോ അസ്ർ നിസ്കാരത്തിലും ഇശാ നിസ്കാരത്തിലും ഓതൽ സുന്നത്തായത് ഔസാത്തുൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ സൂറത്തുൻ നബ, അമ്മയതസാഅലൂൻ എന്ന സൂറത്ത് തൊട്ട് വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന ആ സൂറത്ത്, അതിൻ്റെ ഇടയിലുള്ള ആ സൂറത്ത് വരെയുള്ള അറിയാവുന്ന സൂറത്തുകൾ ഓതലാണ് ശ്രേഷ്ഠത അസ്ർ നിസ്കാരത്തിലും ഇശാ നിസ്കാരത്തിലും. എൻ്റെ പൊന്നുസ്താദ് അസ്ർ നിസ്കാരത്തിലൊക്കെ ഞങ്ങൾക്ക് ജോലിയുടെ തിരക്കാണ്, അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊന്ന് നിസ്കരിച്ച് വന്ന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വലിയ സൂറത്തൊക്കെ ഓതാൻ പറ്റുമോ? എൻ്റെ പൊന്നുസ്താദ് ഇശാ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരമല്ല, ഭയങ്കര ക്ഷീണമായിരിക്കും. ആ സമയത്ത് ഈ വലിയ സൂറത്ത് ഓതാൻ പറ്റുമോ? ഓതാൻ പറ്റിയാൽ വലിയ സുന്നത്തിൻ്റെ കൂലിയുണ്ട്. ഇനി ഓതാൻ പറ്റിയില്ല എങ്കിൽ, ഒന്നുകിൽ ഓതാൻ പറ്റുന്ന സാഹചര്യമല്ല, അല്ലെങ്കിൽ അറിയില്ല, ഈ സൂറത്തുകളൊന്നും കാണാതെ അറിയില്ല എങ്കിൽ അറിയാവുന്ന സൂറത്തോ ആയത്തോ ഓതിയാൽ മതി. ഇനി മഗ്രിബ് നിസ്കാരത്തിലോ ഖിസാറുൽ മുഫസ്സലാൻ, അതായത് മഗ്രിബ് നിസ്കാരത്തിൽ ഓതേണ്ടത് വല്ലുഹാ വല്ലൈലി ഇദാ സജാ, ആ വല്ലുഹാ തൊട്ട് താഴേക്ക് സൂറത്തുൻ നാസ് വരെയുള്ള ചെറിയ സൂറത്തുകളുണ്ടല്ലോ, ആ ചെറിയ സൂറത്തുകളിൽ ഏതെങ്കിലും ഒന്നാണ് ഓതൽ സുന്നത്തായിട്ടുള്ളത്. അതറിയാമായിരിക്കുമല്ലോ, അതറിയാവുന്നവർ അങ്ങനെ ഓതുക. ഇനി ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മഗ്രിബ് നിസ്കാരം നമ്മൾ അറിയാവുന്ന ഏത് സൂറത്തും ഓതിയാൽ മതി, ഏത് നിസ്കാരത്തിലും. പക്ഷെ മഗ്രിബ് നിസ്കാരത്തിൽ ഓരോ ദിവസത്തെയും മഗ്രിബ് നിസ്കാരത്തിൽ ചില സൂറത്തുകൾ ഓതൽ പ്രത്യേകം സുന്നത്താണെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊന്ന് പറഞ്ഞു തരാം. ഏതാണെന്നറിയോ? ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരത്തിന് ഓതൽ സുന്നത്തായിട്ടുള്ള സൂറത്തുണ്ട്. വ്യാഴാഴ്ച മഗ്രിബ് നിസ്കാരത്തിന് ഒരാൾ ഓതേണ്ടത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. അതാണ് നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണ അങ്ങനെയാണ് ഓതാറ് ഉസ്താദുമാർ. വ്യാഴാഴ്ച മഗ്രിബിന് എന്തോതും? ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച മഗ്രിബിന്
ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫലക്ക്, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൻ നാസ്. ശനിയാഴ്ച മഗ്രിബിന് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീലും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖുറൈശ്. ഞായറാഴ്ച മഗ്രിബ് നിസ്കാരത്തിന് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ മാഊൻ, രണ്ടാമത്തെ റക്അത്തിൽ ചെറിയ സൂറത്താകുന്ന സൂറത്തുൽ കൗസർ. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ഒന്നാമത്തെ റക്അത്തിൽ തിങ്കളാഴ്ച ദിവസം മഗ്രിബിന് ഒന്നാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തായിട്ടുള്ളത് സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. ചൊവ്വാഴ്ച മഗ്രിബിന് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത് സൂറത്തുൽ ഫലക്ക്, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൻ നാസ്. ബുധനാഴ്ച മഗ്രിബിന് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ മാഊൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കൗസർ. ഇത് സുന്നത്തായ രൂപമാണ്. ഇനി ഇതൊന്നും അറിയില്ല എങ്കിൽ അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതിയാകുന്നതാണ്. ജുമാ ദിവസം അല്ലെ, ജുമാ നിസ്കാരത്തിലും അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇശാ നിസ്കാരത്തിലും, ജുമാ നിസ്കാരത്തിലും വ്യാഴാഴ്ച ഇശാ നിസ്കാരത്തിലും ഓതൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂൻ. ഇനി സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂനും അറിയാത്ത ഉമ്മമാരും ഉപ്പമാരുമാണെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയ. നമ്മൾ സാധാരണ ഉസ്താദുമാരെ കഥ ഓതാറ്, ഉമ്മമാരും അത് തന്നെയായിരിക്കും ഓതുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞ് നമ്മൾ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ എന്നുള്ള ആ ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ആ സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ അഅല, അത് ഒന്നാമത്തെ റക്അത്തിലും സൂറത്തുൽ ഗാശിയ രണ്ടാമത്തെ റക്അത്തിലും ഓതണം. എപ്പോൾ? ഒന്നുകിൽ ജുമാ നിസ്കാരത്തിൽ സുന്നത്താണ്, അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇശാ നിസ്കാരത്തിലും അത് സുന്നത്താണ്. ഇനി വെള്ളിയാഴ്ച സുബ്ഹി നിസ്കാരത്തിന് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുസ് സജദ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാൻ. അറിയാവുന്നവരെ ഓതിയാൽ മതി, ഇല്ലാത്തവർക്ക് അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിവസങ്ങൾ മാറിപ്പോയി. ഉസ്താദെ, ആ ദിവസം ഞങ്ങൾ തിങ്കളാഴ്ച ഓതേണ്ട സൂറത്ത് ചൊവ്വാഴ്ചയാണ് ഓതിയത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് വെച്ചൊരു കുഴപ്പമില്ല. ഇനി ഓതിയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ ഓതൽ, ആ ക്രമം അനുസരിച്ച് ഓതൽ ഖൈറാണ്. ആ സുന്നത്തിൻ്റെ പൂർണ്ണമായ കൂലി കിട്ടും. ഇനി യാത്ര പോകുന്ന ആളുണ്ട്, യാത്രക്കാർ. നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉംറക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹജ്ജിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടൂറ് പോകുന്നു. എവിടെ യാത്ര പോകുമ്പോൾ യാത്രക്കാരന് അവൻ്റെ നിസ്കാരത്തിൽ, എല്ലാ നിസ്കാരത്തിലും, അത് സുന്നത്തായ ഫർളായ എല്ലാ നിസ്കാരത്തിലും ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതലാണ് സുന്നത്തെന്ന് നമുക്ക് കിതാബിൽ കാണാം. ഇനി നമ്മൾ സൂറത്തുകൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, പലർക്കും പറ്റുന്ന 10 അബദ്ധങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഒന്നാമത്തെ അബദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാ റക്അത്ത്, ഇപ്പോൾ ളുഹർ നിസ്കാരം 4 റക്അത്താണ്, ഇശാ നിസ്കാരം 4, അസർ നിസ്കാരം 4, ഈ 4 റക്അത്തിലും സൂറത്ത് ഓതുന്ന ആളുകളുണ്ട്. അങ്ങനെ വേണ്ട. ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും എന്ത് മതി? സൂറത്ത് ഓതിയാൽ മതി. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ സുന്നത്തായത് ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലുമാണ്. 3ലും 4ലും റക്അത്തുകളിൽ സുന്നത്തായിട്ട് ഓതണ്ട, സൂറത്തുകൾ ഓതൽ സുന്നത്തില്ല. ഫാത്തിഹ മാത്രം ഓതലാണ് വേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കുക. എല്ലാ റക്അത്തിലും സൂറത്തുകൾ ഓതുക അങ്ങനെയില്ല. ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമാണ് ഓതൽ സുന്നത്ത്. പിന്നെ അപ്പോൾ സുബഹി നിസ്കാരം 2 റക്അത്ത്, സുബഹി നിസ്കാരം 2 റക്അത്താണ്. അപ്പോൾ ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും സുന്നത്തായിട്ട് സൂറത്ത് ഓതുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞു, അത് കഴിഞ്ഞ് മഅ്മൂമീങ്ങളും ഫാത്തിഹ ഓതുമല്ലോ. മഅ്മൂമീങ്ങൾ ഒരിക്കലും സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇമാമ് നിൽക്കുന്ന ആൾ, മൂപ്പര് സൂറത്ത് ഓതുമല്ലോ, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുമല്ലോ, അത് കേട്ടിരിക്കലാണ് മഅ്മൂമീങ്ങൾ ചെയ്യേണ്ടത്. മഅ്മൂമീങ്ങൾ പുറകിൽ നിൽക്കുന്ന ആളുകൾ സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല, ഇമാം ഓതുന്ന സൂറത്ത് കേട്ടിരിക്കലാണ് വേണ്ടത്. മൂന്നാമത്തെ കാര്യം, 2 റക്അത്തിലും ഒരേ സൂറത്ത് ഓതാതിരിക്കലാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ എന്ത് നിസ്കരിക്കുന്നു? സുബഹി നിസ്കരിക്കുന്നു. അപ്പോൾ കൈകെട്ടി ഫാത്തിഹ ഓതി നമ്മൾ എന്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് നമ്മൾ ഓതുന്നു. സൂറത്തുൽ ഇഖ്ലാസ് ഓതി. രണ്ടാമത്തെ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് തന്നെ. അങ്ങനെ ഓതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം ബാത്തിലാകുന്നില്ല. പക്ഷേ ആ ആദ്യത്തെ റക്അത്തിൽ ഓതിയ സൂറത്ത് അല്ലാതെ മറ്റൊരു സൂറത്ത് ഓതലാണ് രണ്ടാമത്തെ റക്അത്തിൽ വേണ്ടത്. അത് പ്രത്യേകം സുന്നത്താണ്. പിന്നെ 4ാമത്തെ കാര്യം, ഒരേ സൂറത്ത് ഓതിയാലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം ശരിയാകും, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് മാത്രമേ നമുക്കറിയാവൂ, എങ്കിൽ പിന്നെ ആ സൂറത്ത് തന്നെ ഓതിയാൽ മതി. പിന്നെ 5ാമത്തെ കാര്യം, സൂറത്ത് ഓതാത്ത ആളുകളുണ്ട്. അങ്ങനെ ആളുകളുണ്ട്, അത്രയും കൂടെ സുന്നത്തല്ലേ,
അത്രയും കൂടെ സമയം നമുക്ക് ലാഭിക്കാമല്ലോ, പെട്ടെന്ന് എഴുന്നേറ്റ് പോകാമല്ലോ. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ ഫാത്തിഹ മാത്രം പെട്ടെന്ന് ഓതി സൂറത്തൊന്നും ഓതാതെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ സൂറത്ത് മനഃപൂർവ്വം ഉപേക്ഷിക്കൽ കറാഹത്താണ്. ആറാമത്തെ കാര്യം, ആദ്യത്തെ റക്അത്തിൽ ഒരു സൂറത്ത് ഓതിയാൽ രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്ത് ഈ ആദ്യത്തെ റക്അത്തിൽ ഓതിയ സൂറത്തിൻ്റെ താഴെയുള്ള സൂറത്താവണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒന്നാമത്തെ റക്അത്തിൽ ഓതിയ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആ സൂറത്ത് ഓതി ഒരു ഉദാഹരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? റുക്കൂ ചെയ്തു, സുജൂദൊക്കെ ചെയ്ത് പിന്നെ വന്നു രണ്ടാമത്തെ റക്അത്തിൽ വീണ്ടും ഫാത്തിഹയ്ക്ക് ശേഷം എന്തോതുന്നു? നമ്മൾ ഓതേണ്ടത് ഏതാണ്? സുന്നത്തായത് ഓതേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന് ശേഷമുള്ള ഒന്നുകിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കോ അല്ലെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസോ ആണ് ഓതേണ്ടത്. അതാണ് സുന്നത്ത്. ചില ആളുകൾ എന്ത് ചെയ്യും? ആദ്യത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതി രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദിന് മുമ്പുള്ള സൂറത്ത് ഏതെങ്കിലും ഓതും. ചിലപ്പോൾ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഓതും, അത് വേണ്ട. അല്ലെങ്കിൽ ചിലപ്പോൾ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ സൂറത്തുൽ മാഊൻ ഓതും, അതൊന്നും വേണ്ട. അങ്ങനെയല്ല, അത് സുന്നത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഒരു സൂറത്ത് ഓതിയാൽ ആ സൂറത്തിൻ്റെ താഴെയുള്ള മറ്റൊരു സൂറത്താണ് രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയോ ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സൂറത്തുകൾ ഓതുക, അതും സുന്നത്താണ്. ഇപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്ത് ഓതി. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് അത് ഓതിയത് കൊണ്ട് നിസ്കാരം ശരിയാകും. പക്ഷെ അതിനേക്കാൾ നല്ലത് ഒന്നാമത്തെ റക്അത്തിൽ വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്ത് ഓതിയാൽ ആ വല്ലുഹായുടെ താഴെയുള്ള അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത് ഷറഹാണ് രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. ഇനി എട്ടാമത്തെ കാര്യം, പ്രത്യേകമായ ദിവസങ്ങളിൽ പ്രത്യേകമായ സമയങ്ങളിൽ ഓതേണ്ട സൂറത്തുകൾ അങ്ങനെ തന്നെ ഓതുക. അതായത് വ്യാഴാഴ്ച മഗ്രിബിന് ഓതേണ്ടത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനാണ്, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഓതുക. പ്രത്യേകമായ നിസ്കാരങ്ങളിൽ പ്രത്യേകമായ സുന്നത്തായ സൂറത്തുകളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഓതുക. ഒൻപതാമത്തേത് മഅ്മൂമീങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇമാമ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്ന് പറയാൻ ഇട കൊടുക്കാതെ ഉടൻ തന്നെ എന്ത് ചെയ്യും? സൂറത്ത് ഓതുന്ന ചില മഅ്മൂമീങ്ങളുണ്ട്. അങ്ങനെയൊന്നും പാടില്ല, അങ്ങനെ പാടില്ല. പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും അതുപോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിലും പ്രത്യേകിച്ച് ഇമാമിയങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ പാടില്ല. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഇമാമായി നിസ്കരിക്കുമ്പോഴും ഫാത്തിഹ ഓതി ആമീൻ പറഞ്ഞിട്ട് ഒരു സുബ്ഹാനല്ലാഹ് എന്നെങ്കിലും പറയാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സൂറത്ത് ഓതാൻ. അല്ലാതെ ഫാത്തിഹ കഴിഞ്ഞ് ഉടൻ തന്നെ അങ്ങോട്ട് സൂറത്ത് ഓതലല്ല, ഒരു ഗ്യാപ്പ് കുറച്ച് കൊടുക്കണം. പത്താമത്തേത്, ഇമാം നിൽക്കുന്ന ആളുകൾ മഅ്മൂമീങ്ങളെ പരിഗണിക്കണേ. ചിലപ്പോൾ മഅ്മൂമീങ്ങളായി നിൽക്കുന്ന ആളുകൾ രോഗികളുണ്ടാകും, യാത്രക്കാരുണ്ടാകും. അവരൊക്കെ ഇടങ്ങേറാക്കിക്കൊണ്ട് വലിയ സൂറത്ത് അങ്ങോട്ട് ഓതേണ്ട ഒരു കാര്യവുമില്ല. അറിയാവുന്ന ചെറിയ സൂറത്ത് ഓതലാണ് ഏറ്റവും നല്ലത്. വലിയ സൂറത്ത് ഓതണ്ടെന്നല്ല, ഓതണം. അത് മഅ്മൂമീങ്ങൾ ആ സാഹചര്യം അനുസരിച്ച് ഓതണം. അല്ലാതെ എല്ലാ സമയത്തും ഈ വലിയ സൂറത്ത് ഇങ്ങനെ ഓതി 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 പുറകെ നിൽക്കുന്ന ആളുകളെ മുഷിപ്പിക്കുന്ന ഒരു സ്വഭാവം പല ആളുകൾക്കുമുണ്ട്. അത് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഈ ഫർള് നിസ്കാരം 5 വഖത്ത് ഫർള് നിസ്കാരത്തിലും ഉറക്കെയാണോ നമ്മൾ ഓതി നിസ്കരിക്കേണ്ടത്, അതോ 5നും പതുക്കെയാണോ ഓതേണ്ടത്? ഏതൊക്കെ നിസ്കാരത്തിലാണ് ഉറക്കെ ഓതി നിസ്കരിക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. സാധാരണ പള്ളികളിൽ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതി നിസ്കരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഉറക്കെ ഓതി നിസ്കരിക്കേണ്ട നിസ്കാരമാണെന്ന്. പക്ഷേ വീടുകളിലൊക്കെ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പലപ്പോഴും സംശയമാണ്, ഇത് ഉറക്കെ ഓതേണ്ട സൂറത്താണോ അതോ പതുക്കെ ഓതേണ്ടതാണോ? പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ. ഇതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് പകലിൽ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരം, രാത്രിയിൽ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരം. പകലിൽ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരമാണ് ളുഹറും അസ്റും. ഈ ളുഹർ നിസ്കാരം 4 റക്അത്ത്, അസ്ർ നിസ്കാരം 4 റക്അത്ത്. ഈ 2 നിസ്കാരങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? 4 റക്അത്തിലും പതുക്കെ ഫാത്തിഹ ഓതിയാണ് നിസ്കരിക്കേണ്ടത്. പതുക്കെ. അത് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ പതുക്കെയായിരിക്കണം ഓതേണ്ടത്. നമ്മൾ പതുക്കെ ഓതുക, നമ്മൾ മനസ്സ് കേൾക്കുന്ന തരത്തിൽ ഓതിയാൽ മതി. രാത്രിയിലുള്ള നിസ്കാരങ്ങൾ ബാക്കി 3,
അതായത് മഗ്രിബ്. രാത്രി എന്ന് പറഞ്ഞാൽ മഗ്രിബ് ബാങ്കോടുകൂടിയാണല്ലോ പിന്നെ ആ രാത്രി പ്രവേശിക്കുന്നത്. അപ്പോൾ മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, സുബി നിസ്കാരം. സുബി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഉദയത്തിന് മുമ്പുള്ള നിസ്കാരമാണല്ലോ. അപ്പോൾ ഈ 3 നിസ്കാരങ്ങളും ഉറക്കെയാണ് ഓതേണ്ടത്. ഉറക്കെ ഓതേണ്ടതെന്ന് പറഞ്ഞാൽ മഗ്രിബ് നിസ്കാരം 3 റക്അത്താണ്. അതിൻ്റെ ആദ്യത്തെ 2 റക്അത്തിൽ നമ്മൾ ഉറക്കെ ഓതിയാണ് നിസ്കരിക്കേണ്ടത്. അത് വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ പള്ളിയിലാണെങ്കിലും. പിന്നെ ഇശാ നിസ്കാരം 4 റക്അത്താണ്. ഇശാ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ 2 റക്അത്ത് ഉറക്കെ ഓതിയാണ് നിസ്കരിക്കേണ്ടത്. പിന്നെ സുബി നിസ്കാരം 2 റക്അത്താണ്. സുബി നിസ്കാരവും 2 റക്അത്ത് ഉറക്കെ ഓതിയാണ് നിസ്കരിക്കേണ്ടത്. അത് വീട്ടിൽ നിസ്കരിച്ചാലും പള്ളിയിൽ നിസ്കരിച്ചാലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ 2 രൂപമായി നമുക്ക് തിരിക്കാം. അതായത് രാത്രി നിസ്കരിക്കുന്ന ഫർള് നിസ്കാരം, പകലിൽ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരം. പകലിൽ നമ്മൾ പതുക്കെ ഓതുക, രാത്രി നമ്മൾ ഉറക്കെയാണ് ഓതേണ്ടത്. അപ്പോൾ ഈ ഫർള് നിസ്കാരങ്ങളിൽ നമ്മൾ ഓതുന്ന ഈ സൂറത്തുകൾ, അപ്പോൾ സൂറത്തുൽ ഹുജറാത്ത് തൊട്ട് അമ്മ വരെ സുബഹി നിസ്കാരത്തിലും അതുപോലെ തന്നെ ളുഹർ നിസ്കാരത്തിലും ഓതൽ സുന്നത്താണെന്ന് പറഞ്ഞു. അതുപോലെ അസർ നിസ്കാരത്തിലും ഇശാ നിസ്കാരത്തിലും സൂറത്തുൽ അമ്മ മുതൽ വല്ലുഹ വരെയുള്ള സൂറത്ത് ഓതലാണ് സുന്നത്ത് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ വലിയ സൂറത്തൊന്നും അറിയില്ല എന്ന് വെച്ച് ആരും നിസ്കാരം ഒന്നും നിർത്താൻ പോവണ്ട. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ അറിയാവോ? അതറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇനി ചിലപ്പോൾ ആളുകൾക്ക് അതും അറിയണ്ടാവില്ല. ചിലപ്പോൾ മദ്രസകളൊന്നും പോയിട്ടുണ്ടാവില്ല, ദീനുമായിട്ട് അങ്ങനെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണെന്ന് നിസ്കരിച്ചൊക്കെ വരുന്നത്. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് പോലും അറിയില്ല ഉസ്താദെ. ഒന്നും വേണ്ടാന്നേ, നിങ്ങൾ എന്ത് ചെയ്യുക, ഫാത്തിഹ ഓതാൻ പറ്റുമല്ലോ. ഫാത്തിഹ ഏതായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഫാത്തിഹയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഒരു സൂറത്തും അറിയില്ല എങ്കിൽ ഈ ഫാത്തിഹയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ആയത്തെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും ഒന്ന് ഓതിയാൽ മതി. എന്ത് കിട്ടും? അവിടെ ഒരു സൂറത്ത് ഓതിയ, ഒരു സുന്നത്തായ ഒരു ആയത്ത് ഓതിയ കൂലി അള്ളാഹു തരും. അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും നമുക്കറിയാവുന്ന ഇൽമുകളും വെച്ച് നമ്മൾ പരമാവധി അമൽ ചെയ്യുക. ബാക്കിയൊക്കെ അള്ളാഹു ഏറ്റെടുത്ത് നമുക്കതിൻ്റെ കൂലിയൊക്കെ തന്നോളും. ആ ഒരു മനസ്സ് അള്ളാഹ് തരും എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാവണം. ഇതൊക്കെ നിസ്കരിച്ചിട്ടും പടച്ചും സ്വീകരിച്ചില്ലെങ്കിലോ, അങ്ങനെ നെഗറ്റീവല്ല, എപ്പോഴും പോസിറ്റീവാണ്. അള്ളാഹ് സ്വീകരിക്കും ഇൻഷാ അള്ളാഹ്, അള്ളാഹു താല എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരും, അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ അറിയാവുന്നവർ ഈ വലിയ സൂറത്തുകൾ ഓതുക, ഇല്ലാത്തവർക്ക് അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. ഇനിയും ഒരുപാട് വിശദീകരണമുണ്ട്, അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഇത് തന്നെ ഇപ്പോൾ നമുക്ക് കേട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഇത് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടി കേട്ടു നോക്കുക, അപ്പോൾ നമുക്കത് മനസ്സിലാകും. അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ ഒരു ബുക്കിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഇവിടെ പറയുന്ന ഓരോ വീഡിയോയിലും പറയുന്ന ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, അതൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചാൽ അത് വലിയ ഹൈറാണ്. ചിലപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല ഇനി അടുത്ത വീഡിയോയിൽ, വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഇനി നിങ്ങൾ കണ്ട് അത് ഇൻഷാ അല്ലാഹ് എഴുതി വെക്കാമെന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടിയിലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബുക്കിലേക്ക് അതൊന്ന് എഴുതി വെച്ചാൽ അത് നമുക്ക് ഉപകാരമാണ്, മറ്റുള്ളവർക്ക് ഉപകാരമാണ്, അത് നമുക്ക് ആഖിറത്തിൽ കൂലിയുള്ള കാര്യമാണ്. അതായത് ഓതേണ്ട സൂറത്തിൽ ഏതൊക്കെ നിസ്കാരത്തിൽ ഏതൊക്കെ സൂറത്തെന്ന് എഴുതി വെച്ചാൽ മതി. ഞായർ മഗ്രിബ് ഇന്ന സൂറത്ത്, തിങ്കൾ മഗ്രിബ് ഇന്ന സൂറത്ത്, നിങ്ങൾക്ക് എഴുതി വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന നിസ്കാര മുറിയിൽ തന്നെ നിങ്ങളൊന്ന് ഒരു പേപ്പറിലൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചാൽ അത് നമ്മൾ നിസ്കരിക്കുമ്പോൾ, നമ്മുടെ മക്കളൊക്കെ നിസ്കരിക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കി ഓതാൻ പ്രത്യേകം സൗകര്യമാകും. നമ്മളിപ്പോൾ പറഞ്ഞത് മഹാന്മാരായ ഫുഖഹാക്കൾ നമുക്ക് അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഉണർത്തി, ഇങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അല്ലാതെ ഇത് തന്നെ ഓതണം എന്നാൽ മാത്രം നിസ്കാരം ശരിയാവൂ, അങ്ങനെയൊന്നുമല്ല. സുന്നത്തായത് ഈ പറയപ്പെട്ട സൂറത്തുകൾ ഓതലാണ്. ഈ ഫർള് നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകളുമായി ബന്ധപ്പെട്ട വീഡിയോ ഇത് നമ്മൾ പറയുമ്പോൾ പല ആളുകൾക്കും സംശയമുണ്ടാകും, ഉസ്താദേ അങ്ങനെയാണെങ്കിൽ ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതേണ്ട സൂറത്തുകൾ ഉണ്ടാകുമല്ലോ, സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതേണ്ട സൂറത്ത് അത് ഏതൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് വിശാലമായ ഒരു ചർച്ച നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നാളെ സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നിസ്കരിച്ച ഈ നിസ്കാരവും നമ്മുടെ നോമ്പും മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം നമുക്ക് കൂട്ടുകാരായി വരുന്ന നല്ല ഒരു അവസ്ഥ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർ അതുപോലെ പ്രവാസികളായ ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെയും അവരുടെയൊക്കെ കമൻറ്റുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായി സെപ്പറേറ്റ് ആയി മറുപടി തരാനുള്ള പ്രയാസം കാരണം മൊത്തത്തിൽ ദ്വാരക്കുന്നു. അല്ലാഹു തആല പ്രവാസികൾ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും നമ്മുടെയും അവരുടെയൊക്കെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, മാനസികമായി ശാരീരികമായി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാത്തവരുണ്ട്, ഖൈറായ മക്കളെ അല്ലാഹു തആല അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.